السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയയിലെ പ്രധാനപ്പെട്ട ലെക്ചററും അതുപോലെ തന്നെ ആദർശവേദികളിലെ പ്രധാന കണ്ണിയുമായ ബഹുമാനപ്പെട്ട അബ്ദുള്ള മുജിത്ബ ഫൈസി ഉസ്താദ് അവറുകളാണ്. ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി വിശുദ്ധ ഇസ്ലാം മനുഷ്യൻ ഒരു സ്വതന്ത്ര ജീവിയായിട്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതുപോലെ മനുഷ്യന് ഈ ലിമിറ്റേഷന്, ഈ അതിരുകൾക്കുള്ളിൽ ജീവിക്കുന്നത് വളരെയധികം അരോചകമാണ്. പക്ഷെ വിശുദ്ധ ഇസ്ലാമാണെങ്കിൽ പല ബൗണ്ടറികളും നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഇസ്ലാം എന്തിന് എന്നൊരു ചോദ്യം ഇവിടെ വളരെയധികം പ്രസക്തമാണ്. അതിന് ഉസ്താദ് എങ്ങനെയാണ് മറുപടി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വബഅദ്. വളരെ പ്രാധാന്യമുള്ള, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഇസ്ലാം എന്നത് ആളുകളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു? മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ നിയമങ്ങളിൽ നിന്ന് മുക്തമായി ജീവിക്കാനാണ് ആളുകൾ ഇഷ്ടപ്പെടുക. ഇപ്പോൾ ഒരു ജോലി സ്ഥലമാണെങ്കിൽ അവിടെ വൈകുന്നേരം 5 മണിക്ക് ജോലി അവസാനിക്കുകയാണെങ്കിൽ 4:45 ആളുകൾ കൂടുതൽ അവർ ജോലിയിൽ നിന്ന് മുക്തമാകുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ 4 മണിക്ക് സ്കൂൾ വിടുന്നതിൻ്റെ മുമ്പ് അതുവരെ ഒരു നിയന്ത്രണത്തിൽ നിന്ന് ഇനിയൊരു മോചനം, ഒരു സ്വാതന്ത്ര്യം അവർ ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ സ്കൂൾ വിട്ടു പോകാൻ പ്രത്യേക ഒരു തിടുക്കമായിരിക്കും കുട്ടികൾക്ക്. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതി അങ്ങനെയാണ്, നിയന്ത്രണങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയണം. ഇപ്പോൾ പൊതുവെ ഞായറാഴ്ചകൾ ഓഫ് ഡേ ആണ്, അപ്പോൾ ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും അധിക വർക്കുകളൊന്നും ചിലപ്പോൾ കിടന്നുറങ്ങാനായിരിക്കും. പക്ഷെ എന്നാലും ആളുകൾക്ക് അങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ആളുകൾക്ക് ആഗ്രഹം. പക്ഷേ ഇസ്ലാമിലേക്ക് നമ്മൾ വന്നു നോക്കിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിയമങ്ങളാണ്. എഴുന്നേൽക്കുന്നത് മുതൽ എങ്ങനെ എഴുന്നേൽക്കണം, ബാത്റൂമിൽ പോകുമ്പോൾ എങ്ങനെ, എന്ത് ചെയ്യണം, സംസാരിക്കുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും നിയമങ്ങളാണ്. നിയമങ്ങളുടെ നിയന്ത്രണങ്ങളുടെയും ഉള്ളിലാണ് ഇസ്ലാം എന്നത് ആളുകളെ അസ്വസ്ഥമാക്കാറുണ്ട് പൊതുവെ. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ചില ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങളെ ആലോചിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്നാമത്, എൻ്റെ പണി എന്താണ്, എൻ്റെ ഭൂമിയിലെ ദൗത്യം എന്താണ്, ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് എവിടേക്കാ പോവുക, ഈ ഭൂമിയിൽ എൻ്റെ നിയോഗത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എൻ്റെ ഉത്തരവാദിത്തം എന്താണ്, എൻ്റെ മടക്കം എങ്ങോട്ടാണ്. ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, ഹാപ്പിനെസ് ആണ് എന്നാണ് ആളുകൾ പൊതുവെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഹാപ്പിനെസ്സിനും എൻ്റർടൈൻമെൻറ്റിനും വിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോൾ ആളുകൾ അസ്വസ്ഥരാകുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ലക്ഷ്യം എന്താണ് എന്ന ക്വസ്റ്റ്യനിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയണം. ഇപ്പോൾ നമ്മുടെ ലോകത്ത് 800 കോടി മനുഷ്യരുണ്ടാവും ഏകദേശം. അപ്പോൾ 800 കോടി മനുഷ്യർക്കും എന്താണ് അവരുടെ ഭൂമിയിലെ ജീവിത ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, ഏതായാലും ജനിച്ചു, ഇനി എങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ടിട്ടെങ്കിലും ജീവിച്ചിട്ട് മരിച്ചു പോവുക എന്നതാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു അനീതി ഉണ്ട് യഥാർത്ഥത്തിൽ. എന്താണ് ജീവിത ലക്ഷ്യം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ഉത്തരം പറയാൻ പറ്റുന്ന ഒന്നായിരിക്കണം ജീവിത ലക്ഷ്യം. ഇപ്പോൾ ആസ്വാദനമാണ് ജീവിത ലക്ഷ്യം എന്നാണ് പൊതുവെ നമ്മുടെ പുതിയ ജനറേഷനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിന് ജീവിക്കുന്നു? എൻജോയ് ചെയ്യാൻ, എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ എന്നാണ്. അപ്പോൾ ഈ ആസ്വാദനത്തിന് വേണ്ടി ജീവിക്കലാണ് ജീവിത ലക്ഷ്യം എന്നത് വളരെ ഒരു സാമൂഹ്യ വിരുദ്ധമായൊരു പ്രസ്താവനയാണ്. കാരണം ഈ ലോകത്ത് ആസ്വദിക്കാൻ കഴിയാത്തവരാണ് ഭൂരിഭാഗം മനുഷ്യരും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ജനറൽ വാർഡുകളിൽ കഴിയുന്ന ആളുകളുണ്ടാവും, നിത്യരോഗികളുണ്ടാകും, ഓട്ടിസം ബാധിച്ചവരുണ്ടാവും, വാർദ്ധക്യത്തിൻ്റെ അവശതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും, സാമ്പത്തിക പരാധീനതകൾ. ഇവർക്കൊന്നും ആസ്വാദനങ്ങളില്ല, പരിമിതമാണ്. ഇപ്പോൾ 2 മണിക്കൂർ നേരം AC റൂമിലിരുന്ന് പണിയെടുത്താൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ 2-3 ദിവസം ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോയി മരണത്തെ മുഖാമുഖം കണ്ട് സമ്പാദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരിൽ ഓരോരുത്തരും, പിന്നെ 2 കൂട്ടരും ഒരേ ആസ്വാദനമാണോ? അല്ല. അപ്പോൾ ഇവരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ആസ്വാദനമാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ ഒരു വിവേചനമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വിഭാഗത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യത്തെ പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയണം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിലെ അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, അവരുടെ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ പഠനം എന്നതാണ്.
പഠനമാണ് അവിടുത്തെ ലക്ഷ്യമെങ്കിൽ ആ സ്ഥാപനത്തിൽ 100 കുട്ടികളുണ്ടെങ്കിൽ 100 കുട്ടികൾക്ക് ഒരുപോലെ സാധ്യമാവണം എങ്കിലേ അതിനെക്കുറിച്ച് അതാണ് ലക്ഷ്യം എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ 80 കുട്ടികൾക്ക് പഠനം കിട്ടുന്നു, 20 കുട്ടികൾ അവിടെ പുറത്താണ് എങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അനീതി എന്നാണ് പറയുക. അപ്പോൾ ഭൂമിയിലെ മനുഷ്യരുടെ ലക്ഷ്യം പിന്നെ ആസ്വാദനമാണ് എന്ന് പറഞ്ഞാൽ അതൊരു അനീതി നിറഞ്ഞൊരു പ്രസ്താവനയാണ്. എങ്കിൽ പിന്നെ എന്താണ് ഭൂമിയിലെ മനുഷ്യരുടെ ലക്ഷ്യം എന്നതൊരു പ്രധാന ചോദ്യമാണ്. 800 കോടി മനുഷ്യരെയും ഒരുപോലെ വിളിച്ചു നിർത്തിയിട്ട് നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ലോകത്ത് ആർക്കാണ് കഴിയുക? ഒരു പ്രത്യയശാസ്ത്രത്തിനും ഒരു ഭരണകൂടത്തിനും ഒരു ഭൗതിക വ്യവസ്ഥിതികൾക്കും അതിന് കഴിയില്ല. അത് കൃത്യമായി പരിശുദ്ധ ഇസ്ലാം മുഴുവൻ മനുഷ്യർക്കും ഒരുപോലെ സാധ്യമാകുന്ന ഒരു ഉത്തരവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെന്താണ്? നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അബ്ദ് ആവുക, ഏറ്റവും നല്ല അടിമയാവുക എന്നാണ് നിങ്ങളുടെ ദൗത്യം. ഇത് ദൗത്യമായി സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെയുള്ള 800 കോടി മനുഷ്യർക്കും ഒരുപോലെ നടക്കും. കാരണം എല്ലാവർക്കും സമയം ഒരുപോലെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിയുള്ള മനുഷ്യരോടാണല്ലോ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. വിവേകവും സമയവും ഒരുപോലെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഏറ്റവും നല്ല വിധേയപ്പെടുന്ന അടിമയാവുക എന്നതാണ്. ഇതെല്ലാവർക്കും കഴിയും. ഇത് ഇവിടെ പണം മാനദണ്ഡമല്ല. കാരണം പണം എന്നത് ആപേക്ഷികമാണ്. സമ്പത്ത് മാനദണ്ഡമല്ല, അത് ആപേക്ഷികമാണ്. അപ്പോൾ ആപേക്ഷികമായ ഒന്നും, ആരോഗ്യമോ ഒന്നും ഇവിടെ മാനദണ്ഡമാകാൻ പാടില്ല. കാരണം അത് എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യപ്പെടുന്നില്ല. എന്നാൽ ഏറ്റവും മികച്ച അബിദാവുക എന്നത് ഇപ്പോൾ ICUവിൽ മരണത്തെ മുഖാമുഖം കിടക്കുന്ന ആൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ AC റൂമിൽ സ്വസ്ഥമായിരിക്കുന്ന ആൾക്കും ഒരുപോലെ സാധ്യമാകും. ഒരുപക്ഷെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്ക് പിന്നെ AC റൂമിൽ ഇരുന്ന് പണിയെടുക്കുന്ന ആളേക്കാൾ കൂടുതൽ സാധ്യമാകും. അപ്പോൾ കണ്ടോ, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് വിവേചനമില്ലാത്ത ഒരു കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തിയെടുക്കാൻ ഇസ്ലാമോടെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പണി ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, എൻ്റെ ദൗത്യം ഇതാണ് എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞാൽ, ഈ ഭൂമിയിൽ ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, പിന്നെ അതിനുവേണ്ടി ജീവിക്കലാണ് ആ ഭൂമിയിലുള്ള മനുഷ്യരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതങ്ങനെ ആവണം. കാരണം നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാമായിരുന്നു എങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഇഷ്ടപ്രകാരം നടക്കുമെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊന്നും നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്നില്ല. വളരെ അപൂർവം കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതു കാലത്ത് ജനിക്കണം, എവിടെ ജനിക്കണം, ഏത് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മകനാകണം, എൻ്റെ ഉയരം, ഭംഗി, ആകാരം, വിദ്യാഭ്യാസം, എൻ്റെ ആയുസ്, ഇതൊന്നും തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പോളകൾ അടയുന്നത് തുറക്കുന്നത് പോലും തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത്ര ദൗർബല്യമുള്ളവരാണ് നമ്മൾ, അല്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രായമുള്ള ആളുകളൊക്കെ പറയും, ഇന്നത്തെ കുട്ടികളുടെ കാലത്ത് ജനിച്ചാൽ മതിയായിരുന്നു. വേറെ ചില ആളുകൾ പറയും, ആ നാട്ടിൽ പോയി ജനിച്ചാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്നും മനുഷ്യൻ്റെ പരിധിയിൽപ്പെടാത്തതുകൊണ്ടാണ്. അപ്പം മനുഷ്യൻ്റെ പരിധിയിൽപ്പെടാത്ത കാര്യങ്ങളാണ് അവൻ്റെ ജീവിതത്തിലെ 99% കാര്യങ്ങൾ. അപ്പോൾ പിന്നെ 99% കാര്യങ്ങളും മനുഷ്യന് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതാണെങ്കിൽ അതെല്ലാവരും അംഗീകരിക്കും. എനിക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത്, ആരോഗ്യമുണ്ടാകുന്നത്, എൻ്റെ മറ്റു ദൈനംദിന ജീവിതത്തിലെ അനേക വ്യവഹാരങ്ങൾ ഒന്നും ഞാൻ തീരുമാനിക്കണതല്ല. ഇതൊന്നും ഞാൻ തീരുമാനിക്കുന്നതല്ലെങ്കിൽ പിന്നെ അവിടെ ബുദ്ധിപരമായ തീരുമാനം എന്താണ്? ഇതൊക്കെ ആരാണോ തീരുമാനിച്ചത് അവർക്ക് ഞാൻ വിധേയപ്പെടുക എന്നതാണ്. നേരെ മറിച്ച് ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് നടത്താൻ കഴിയുമെങ്കിൽ ഓക്കെ, സ്വതന്ത്രമായി ജീവിക്കുക എന്ന് പറയുന്നതിലൊരു ന്യായമുണ്ട്. ഏതുപോലെ നമ്മൾ വിദ്യാലയത്തിലേക്ക് വന്ന് നോക്കിയപ്പോൾ പുറത്തുനിന്നൊരാൾ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, എന്തൊരു കഷ്ടപ്പാടാണ്. 5 വയസ്സുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. സ്വന്തം ഉമ്മാൻ്റെ മടിയിൽ തല ചായ്ച്ച് ഉറങ്ങേണ്ട മക്കളാണ്. വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട കുട്ടികളാണ്. പിന്നെ ഷൂവും സോക്സും ഒക്കെ ധരിച്ചിട്ട്, പിന്നെ യൂണിഫോമൊക്കെ ധരിച്ച് ഭാരമുള്ള ബാഗൊക്കെ വെച്ച്, ഇത് അനീതിയല്ലേ? അവർ സ്വതന്ത്രമായിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വിട്ടുകൊടുക്കുകയല്ലേ വേണ്ടത്? അവർക്ക് പിന്നെ ബോധം വരുന്ന 18 വയസ്സിന് സമയത്ത് അവർ തീരുമാനിക്കട്ടെ, പഠിക്കണോ പഠിക്കണ്ടേ, അങ്ങനെയല്ലേ പറയേണ്ടത്. പക്ഷെ ആരും പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവരുടെ ആത്യന്തികമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുക എന്നതിനെ ലോകത്തെ എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്നു. ഒരു സ്ഥാപനത്തിലേക്ക് ഏറ്റവും കൂടുതൽ നിയന്ത്രണങ്ങളുള്ള വിദ്യാലയങ്ങളെയാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാലയങ്ങളായിട്ട് കണക്കാക്കപ്പെടുക, അല്ലേ? പൊതുവെ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ കുട്ടികൾക്ക് തോന്നിയ പോലെ നടക്കാനും പഠനത്തിനൊന്നും നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത സ്ഥാപനത്തെ അത് ഒരു നിലവാരമില്ലാത്ത സ്ഥാപനമായിട്ടാണ് വിലയിരുത്തുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നിയന്ത്രണങ്ങൾ ഉള്ള ഇടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മൂല്യസങ്കല്പങ്ങളുള്ളത്, അല്ലെങ്കിൽ ഉചിതമായ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയുള്ളത്, ഒരു വ്യവസ്ഥാപിതമായ പദ്ധതി ഉള്ളത് എന്ന് ആണ് മനുഷ്യർ കരുതപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തൊരു വിദ്യാലയമായി കണക്കാക്കിയാൽ അതിൽ ഓരോ വിദ്യാർത്ഥികളാണ് നമ്മൾ. അപ്പോൾ ഇതിലെ ഏറ്റവും ഉചിതമായൊരു സ്കൂളിലാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളെ A to Z നിയന്ത്രിക്കുന്ന, നമുക്ക്
നമ്മളുടെ ഒരു എറ്റേണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ഗോളിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല വ്യവസ്ഥാപിതമായ നിയന്ത്രണങ്ങൾ ഉള്ള ഇടങ്ങളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ഇടത്തെ തിരഞ്ഞു നോക്കിയാൽ മനുഷ്യൻ്റെ വ്യക്തിപരവും സാമൂഹികവും സാമ്പത്തികവുമായ സന്തുലിതമായൊരു നിയമവ്യവസ്ഥിതിയെ, നീതിയും സമത്വവും മാനവിക മൂല്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു നിയമവ്യവസ്ഥിതിയെ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമാണ്. അപ്പോൾ ആ ഒരു ഉചിതമായ ഒരു ലക്ഷ്യത്തിലേക്കുള്ള അവൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വിജയത്തിനു വേണ്ടിയുള്ള ഒരു നിയമപദ്ധതിയാണ് ഇസ്ലാം. അങ്ങനെയാണ് ദീൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതിലേക്ക് അങ്ങനെ ജീവിക്കുന്ന ഒരാളോട് നിയമങ്ങളില്ലാതെ ജീവിക്കലല്ലേ ഉചിതം എന്ന് പറയുന്നത്? സ്കൂളിൽ പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾ വെറുതെ ഈ റൂമിൽ ഇരുന്നിട്ട് വാതിലടച്ചിരിക്കുന്നതിനേക്കാൾ ഇറങ്ങി കളിച്ചോളൂ എന്ന് പറയുന്നത് പോലത്തെ ഒരു അയുക്തിയാണുള്ളത്. അപ്പോൾ നിയമങ്ങൾക്ക് വിധേയപ്പെടുക എന്ന് പറയുന്നത് അതിൻ്റെ പിറകിൽ ഒരു ഉചിതമായൊരു ലക്ഷ്യമോ അല്ലെങ്കിൽ ഒരു ഉദ്ദേശ്യമോ അതില്ലെങ്കിൽ അതിൻ്റെ പിറകിൽ മനോഹരമായ ചില സാക്ഷാത്കാരങ്ങളോ ഇല്ലാതെ ഇരിക്കുമ്പോൾ മാത്രമാണ് അത് വിമർശിക്കപ്പെടേണ്ടത്. അല്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ചാൽ അവനക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും നല്ല ഉത്തരമാണ് ഇസ്ലാമിൻ്റെ ഒരു സമഗ്രതയുടെ ദർശനം എന്ന് പറയുന്നത്. ഉസ്താദിൻ്റെ മറുപടി വളരെയധികം വ്യക്തമാണ്. അതുപോലെ മറ്റൊന്ന്, വിശുദ്ധ ഈ ആധുനിക കാലഘട്ടം എന്നുള്ളത് വിശുദ്ധ ഇസ്ലാമിനെയും അതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെയും എല്ലാം വളരെയധികം നിരീക്ഷണത്തോടെ ആ ഒരു കണ്ണുകളിലൂടെയാണ് നോക്കിക്കാണുന്നത്. ഇങ്ങനെയാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്, ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ഒരു ആന്ത്രപ്പോസെൻട്രിസം അതല്ലെങ്കിൽ ഹ്യൂമൻ സെൻട്രിസം, ഈ ഭൂമിയിൽ മനുഷ്യനാണ് ഒരു ഹ്യൂമൻ സെൻട്രിക് ആണ് എന്നുള്ളൊരു ആശയമാണ് ഇതിലൂടെ വിശുദ്ധ ഖുർആൻ പുറത്തേക്ക് വ്യക്തമാക്കുന്നത് എന്നാണ് ഇതിലൂടെ ചില ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ആന്ത്രപ്പോസെൻട്രിസത്തിൻ്റെ ചില ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിലെ സകല സ്രോതസ്സുകൾ, അത് മനുഷ്യനല്ലാത്ത മറ്റു സ്രോതസ്സുകളെല്ലാം താഴേക്കിടയിലും അതിന് മുകളിലായിക്കൊണ്ട് മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ് എന്നൊരു വസ്തു, ഇങ്ങനെ അതിന് മുകളിലായിട്ടൊരു ടൈറ്റിൽ കൊടുക്കുകയാണ് ഈഗോ എന്നുള്ളത്. അതേപോലെ മറ്റൊരു ചിത്രം, അതിന് തൊട്ടപ്പുറത്തായിക്കൊണ്ട് മറ്റു ചിത്രം ഇങ്ങനെ കാണാം, ഭൂമിയിലെ സകല സ്രോതസ്സുകളും മനുഷ്യരുൾപ്പെടെ മൃഗങ്ങൾ, സസ്യലതാദികളെല്ലാം ഉൾപ്പെടെയുള്ള ഒരു ചിത്രം കാണുകയാണ്. ഇതിൻ്റെ ടൈറ്റിലായിക്കൊണ്ട് കൊടുക്കുന്നത് അത് എക്കോ എന്നുള്ളതുമാണ്. അപ്പോൾ ആന്ത്രപ്പോസെൻട്രിസം, ഹ്യൂമൻ സെൻട്രിസം എന്നുള്ളത് അതൊരു ഈഗോ സങ്കല്പമാണ്, അതൊരു അഹങ്കാരത്തിൻ്റെയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്നത് മനുഷ്യനെ ഒരു അഹങ്കാരിയായിട്ടാണ് ജീവിക്കാനാണെന്നാണ് ചില ആളുകൾ പറയുന്നത്. അപ്പോൾ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ എന്ന ഈ ഒരു വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു ആയത്തിനെ എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത്? ഈ ആന്ത്രോപ്രോസെൻട്രിസത്തെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ അത് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ അതിൻ്റെ വെസ്റ്റേൺ വീക്ഷണം എന്ന് പറയുന്നത് മനുഷ്യന് സമ്പൂർണ്ണമായ ഒരു അധികാരമുണ്ട് എന്നതാണ്. സമ്പൂർണ്ണമായ ഒരു നിയന്ത്രണാധികാരം മനുഷ്യന് നൽകപ്പെടും എന്നതാണ്. പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം നമ്മൾ ഈ ഒരൊറ്റ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ഇസ്ലാം മനുഷ്യനെ നമ്മൾ വായിക്കേണ്ടത്. മനുഷ്യ കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് ഇലാഹി കേന്ദ്രീകൃതമാണ്. മനുഷ്യൻ അവിടെ ഒരു ഖലീഫയാണ്. ഖുർആൻ പറയണത് നിങ്ങളെ ഒരു ഖലീഫയായി ഭൂമിയിലേക്ക് നിയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി അള്ളാഹു നമ്മളെ ഏൽപ്പിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന ആളുകളാണ്. സ്വാഭാവികമായും പ്രതിനിധിയെ പറഞ്ഞയക്കുമ്പോൾ ആ പ്രതിനിധിക്ക് ചില ചുമതലകൾ ഏൽപ്പിക്കുമ്പോൾ ആ പ്രതിനിധിക്ക് ആവശ്യമായ സൗകര്യങ്ങളെ തയ്യാറാക്കി കൊടുക്കലും ഈ പറഞ്ഞയക്കുന്ന ആളുടെ ബാധ്യതയാണ്. ഇപ്പോൾ നമ്മൾ രാജ്യത്തേക്ക് ഒരു അംബാസഡറെ പറഞ്ഞയക്കുകയാണെങ്കിൽ ഒരു അംബാസഡറായി പറഞ്ഞയച്ചാൽ മാത്രം പോരാ, ആ അംബാസഡർക്ക് അവിടെ ആവശ്യമായ വ്യവഹാരങ്ങളും വിനിമയങ്ങളൊക്കെ നടത്താൻ സാധ്യമാകുന്ന സൗകര്യങ്ങൾ അവിടെ വേണം. ഓഫീസ് അനുബന്ധ കാര്യങ്ങൾ, മറ്റു ചില സൗകര്യങ്ങൾ അവിടെ വേണം. അപ്പോൾ പറയും, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ അംബാസഡറാണ്, നിങ്ങൾക്കുള്ള മുഴുവൻ ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ നടക്കാനാണ് എന്നല്ല, നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ആവശ്യമായ വഴികളാണ് നിങ്ങൾക്കവിടെ ഒരുക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. വിശുദ്ധ ഖുർആൻ തന്നെ മറ്റ് ചില സൂറത്ത് ത്വാഹയിൽ കാണാം, വസഖറ ലക്കും മാ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി നൽകിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ നിനക്ക് തോന്നിയതുപോലെ ജീവിക്കാം, നിനക്ക് സമ്പൂർണ്ണമായി നിന്റെ നിയന്ത്രണാധികാരത്തിലാണ് എന്ന സങ്കല്പമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മറിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഭൂമിയിലെ പ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ സവിശേഷമായ സ്ഥാനമുള്ള
ചില സവിശേഷമായ ചുമതലകളുള്ള, ചില ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വിവേകജീവിയാണ് മനുഷ്യൻ എന്നതാണ്. ആ മനുഷ്യൻ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ നമ്മുടെ ഒരു വിശ്വാസശാസ്ത്ര പ്രകാരം, ഇസ്ലാമിക് തിയോളജി പ്രകാരം തന്നെ മനുഷ്യൻ്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ സങ്കല്പം എങ്ങനെയാണ്? എൻ്റെ മാലിക്കും എൻ്റെ മലിക്കും അള്ളാഹുവാണ് എന്നതാണ്. എൻ്റെ ഉടമസ്ഥനും എൻ്റെ അധികാരിയും അള്ളാഹുവാണ് എന്നതാണ്. അപ്പം സമ്പൂർണ്ണമായി അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ആ നിയോഗിക്കപ്പെട്ട സൃഷ്ടികളുടെ കൂട്ടത്തിൽ ചില പ്രത്യേക ചുമതലകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആ ചുമതലകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യർക്ക് മറ്റു സൃഷ്ടികളെക്കാൾ ഇങ്ങനെയുള്ള ചില ചുമതലകൾ അമാനത്തായി ഏൽപ്പിക്കപ്പെട്ട ആളുകളായതുകൊണ്ട് അള്ളാഹു തആല മനുഷ്യനെ ഇക്റാം, പിന്നെ എന്താ, ബനു ആദം സന്തതികളെ അള്ളാഹു തആല തക്രീം ചെയ്തു, ബഹുമാനിച്ചു, പ്രത്യേകമായി അവർക്കൊരു പരിഗണന കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കം. അപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണമായി വിധേയപ്പെടേണ്ട ഒരു അബ്ദാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ തന്നെ അടിമ എന്ന സങ്കല്പമാണ്. അള്ളാഹു ആണെങ്കിലോ നമ്മുടെ മലിക്കുമാണ്, മാലിക്കുമാണ്. അധികാരി മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കണമൊക്കെ തരേണ്ട ഒരാളല്ല, എൻ്റെ ഉടമസ്ഥൻ കൂടിയാണ്. ഉടമസ്ഥൻ്റെ പ്രത്യേകത എന്താ? ഇപ്പം നാട്ടിലിങ്ങനെ വഴിയോരത്ത് ഏതെങ്കിലും ഒരു അലഞ്ഞു നടക്കുന്ന ഒരു പശുവോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും അതിനെ ചിലപ്പോൾ അപായപ്പെടുത്തിയാൽ ആരും ചോദിക്കാൻ വന്നോളുന്നില്ല. പിന്നെ പലരും ചോദിക്കാൻ വന്നു എന്ന് വരാം. അലഞ്ഞു നടക്കുന്ന പിന്നെ എല്ലാവർക്കും ഉത്തരവാദിത്വമുള്ള ഏതെങ്കിലും ജീവികൾ ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചാൽ ചിലപ്പോൾ ആളുകൾ ചോദിക്കാൻ വന്നു എന്ന് വരാം. പക്ഷേ എൻ്റെ വീട്ടിലുള്ള ഒരു മരം ഞാൻ മുറിച്ചു എൻ്റെ ഗൃഹനിർമ്മാണത്തിന് വേണ്ടി, ആരെങ്കിലും ചോദിക്കാൻ വരുമോ? ഇല്ല. എൻ്റെ ശരീരത്തിൽ ഒരു കൊതു വന്നിരുന്നു, ഞാൻ അതിനടിച്ചു, കൊലപ്പെടുത്തി, ആരെങ്കിലും ചോദിക്കാൻ വരില്ല. കാരണം അത് എൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള ഒരു കൃത്യനിർവഹണങ്ങളാണ്. എന്നതുപോലെ മനുഷ്യൻ്റെ അധികാരിയെ മാത്രമല്ല അള്ളാഹു എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ട, ഇപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്ന അതോറിറ്റി പോലെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ബാധ്യസ്ഥനായ ഒരാളാണ് അള്ളാഹു എന്ന സങ്കല്പമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മറിച്ച് എനിക്ക് വേണ്ട കാര്യങ്ങൾ നൽകിത്തരുന്നവൻ അള്ളാഹുവാണ്, അതോടൊപ്പം എൻ്റെ ഉടമസ്ഥന് കൂടിയാണ്. ഉടമസ്ഥതയുടെ പ്രത്യേകത എന്താണ്? നമ്മളോടൊന്ന് ചോദിക്കുകയോ നമ്മളോടൊന്ന് പറയുകയോ ഒന്നും ചെയ്യാതെ നമ്മളുമായി ബന്ധപ്പെട്ട എന്ത് വ്യവഹാരങ്ങളും നടത്താം. നമ്മളെ ജനിപ്പിക്കാം, നമ്മളെ മരിപ്പിക്കാം, നമ്മളെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനു മാത്രമുള്ള അങ്ങനെ ചെയ്യുമെന്നതല്ല, അള്ളാഹു നീതിമാനാണ്, അങ്ങനെ ചെയ്യുമെന്നല്ല. പക്ഷെ അതിനുള്ള അധികാരമുള്ള ശക്തിയാണ്, അല്ലെങ്കിൽ അധികാരമുള്ളവനാണ് അള്ളാഹു. ഇതാണ് നമ്മുടെ വിശ്വാസം. അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണ്ണ അധികാരിയാണ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല. പിന്നെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ നിങ്ങളുടെ ദൈനംദിന വ്യവഹാരങ്ങളുടെ ഭാഗമാകുമ്പോൾ തന്നെ മറ്റു ജീവജാലങ്ങൾക്കോ സസ്യങ്ങൾക്കോ പ്രകൃതിക്ക് തന്നെയോ ദോഷകരമാകുന്ന ഒന്നിലും നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല. മാനവിക മൂല്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും പരിഗണിക്കണം എന്ന് നിരന്തരമായി ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. നമുക്കറിയാലോ, ഇപ്പോൾ യുദ്ധവേളകളിൽ പോലും നിങ്ങൾ മരങ്ങൾ മുറിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ സസ്യലതാദികളെ വെച്ചുപിടിപ്പിക്കണം. അവസാന ഖിയാമത്ത് നാൾ എത്തിയാൽ പോലും അതിൻ്റെ വാർത്ത അറിഞ്ഞാൽ പോലും നിങ്ങളുടെ കയ്യിൽ തൈ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വെച്ചുപിടിപ്പിക്കണം. ഇങ്ങനെ പ്രകൃതിയുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി മാനവിക മൂല്യങ്ങളെക്കുറിച്ച് അന്യജീവികളോട് വരെ, മറ്റു ജീവികളോട് വരെ വളരെ കരുണയോടുകൂടി സംസാരിക്കണം. എത്രയോ പ്രവാചകാധ്യാപനങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരു തള്ളക്കിളിയെ ഉപേക്ഷിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ കൈവശപ്പെടുത്തി വന്ന ഒരാളോട് അതിനെ ശകാരിച്ചതായിട്ടൊക്കെ ഹദീസിൽ കാണാം. വളരെ ചെറിയ മാത്രമല്ല, ചെറിയ ജീവികളോട് വരെ കരുണ കാണിച്ചാൽ അവർക്ക് സ്വർഗ്ഗപ്രവേശനമുണ്ട് എന്നും, ചില ജീവികളോട് അക്രമം കാണിക്കുന്നതിന് വളരെ ഗുരുതരമായ തെറ്റായിട്ടൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പ്രപഞ്ചത്തിൽ ഒരിടത്ത് പോലും മാനവികമല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൂല്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ സർവാധികാരിയായിട്ട് ഈഗോയുടെ മുകളിൽ ഏർപ്പെടാൻ ഒരിക്കലും മനുഷ്യനോട് അല്ലാഹു തആല പറയുന്നില്ല, ദീൻ പറയുന്നില്ല. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക ഫിദ്ദുനിയ. നിങ്ങൾക്ക് ഇടപെടാനും ഉപയോഗിക്കാനും പറ്റുന്ന ഒരു നസീബുണ്ട്, ഇവിടെ ഒരു ഏരിയ ഉണ്ട്, അവിടെ മാത്രമേ നിങ്ങൾക്ക് റോളുള്ളൂ. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക എന്നാണ്. അള്ളാഹു നിങ്ങളോട് എങ്ങനെയാണോ ഇഹ്സാൻ, നന്മ ചെയ്തത്, അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ നന്മ ചെയ്യണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ ഉണ്ടാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അപകടങ്ങൾ ഉണ്ടാക്കുന്ന, ഭൂമിയിൽ പരിക്കുകൾ ഉണ്ടാക്കുന്ന ആളുകൾ അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നാണ്. അപ്പോൾ ഇതിനെ എല്ലാം ഈ ഒരു വ്യത്യസ്തമായ സങ്കല്പങ്ങളുടെ ഒരു സാകല്യമാണ് ഇസ്ലാം. അപ്പോൾ ആ സമഗ്രതയിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനുഷ്യൻ്റെ ചുമതല എന്താണ്, അവനക്ക് ഏത് അളവ് വരെയാണ് അധികാരമുള്ളത്,
അവൻ്റെ നിർവഹണ ദൗത്യങ്ങൾ എന്താണ്, എവിടെ വരെ, ഏത് ബൗണ്ടറി വരെയാണ് അവർക്ക് പോകാൻ കഴിയുക എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ദർശനം ഇതാണ് എന്ന് പറയുന്നത് അത് ചെറിയ പിങ്ങി പോലെയുള്ള ഒരു ലോജിക്കൽ ഫാലസിയാണ്. അത് ഒട്ടും ശരിയല്ലാത്തൊരു കാര്യമാണ്. അതുപോലെ ഈ ട്രെൻഡിങ് കാലഘട്ടം എന്നുള്ളത് വിശുദ്ധ ഇസ്ലാമിനെ വളരെയധികം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കണ്ണുകളോട് നോക്കി കാണുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സിലബസിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ കടന്നുകൂടുന്നുണ്ട്. ഇപ്പോൾ സിലബസിലൊക്കെ കാണാം മുസ്ലിം ഭരണാധികാരികൾ, നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്ന മുസ്ലിം ഭരണാധികാരികളെ അവരെ ഒരു മോശം ചിത്രീകരണം നടത്തിക്കൊണ്ട് അവരെ മാറ്റി നിർത്തി. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഔറംഗസേബിൻ്റെ ഒരു ചരിത്രം ഇപ്പോൾ പാഠപുസ്തകത്തിൻ്റെ പേജിൻ്റെ ഒരു മൂലയിൽ ഒരു ബോക്സിലാക്കി കൊടുത്ത് വളരെയധികം ചെറിയൊരു ഷോർട്ടാക്കി കൊടുത്ത്, എന്നാൽ അതിൽ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ തന്നെ അദ്ദേഹം വളരെയധികം ക്രൂരമായ ഭരണാധികാരിയായിരുന്നു, തീവ്രവാദിയായിരുന്നു, ധാരാളം ആളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളെല്ലാം വക്രീകരിച്ച് ഇങ്ങനെയൊരു ഇന്ത്യക്ക് വളരെയധികം സേവനം ചെയ്ത, ഇന്ത്യയുടെ ഉന്നമനത്തിന് വേണ്ടി ഇവിടെ ഭരണം നടത്തിയ ധാരാളം ആളുകളെല്ലാം വക്രീകരിച്ച് ഇത്തരത്തിലുള്ള രീതിയിലാണ് ഇന്നത്തെ സിലബസുകൾ കടന്നുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഹാനായ ടിപ്പു സുൽത്താൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ ബ്രിട്ടീഷുകാരുടെ ആ ഒരു അധിനിവേശത്തിനെതിരെ പോരാടിയ പ്രധാന കണ്ണിയാണ് മഹാനായ ടിപ്പു സുൽത്താൻ. ഈ ടിപ്പു സുൽത്താൻ നെപ്പോളിയന് ബ്രിട്ടനെതിരെ പോരാടാൻ വേണ്ടിയുള്ള കത്തയച്ചിട്ടുണ്ടെന്ന ചരിത്രത്തിൽ കാണാം. ഇതേ ഒരു ചരിത്രത്തിൽ ഇൻവോൾവ്ഡ് ആയ രണ്ട് വ്യക്തികളിൽ ഒരു വ്യക്തിയെ മാത്രം മാറ്റി നിർത്തി, ഒരു വ്യക്തിയെ മാത്രം ഉൾക്കൊള്ളി നെപ്പോളിയൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നമുക്ക് ടിപ്പു സുൽത്താനെ കാണാൻ സാധിക്കണമെന്നില്ല. ഇങ്ങനെ വിശുദ്ധ ഇസ്ലാമിനെ ഒരു ഇസ്ലാമോഫോബിയ ലോകത്ത് പ്രചരിപ്പിക്കുക, ഈ വിശുദ്ധ ഇസ്ലാം ഒരു തീവ്രവാദ മതമാണ്, അതിനെ മനുഷ്യർക്കിടയിൽ ഭയപ്പെടുത്തി കാണിക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം ഇത്തരത്തിൽ വിമർശിക്കപ്പെടുന്നത്? മെയിൻ ഫോക്കസായി ഇന്ന് കാണപ്പെടുന്നത്, വിമർശനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെയിൻ ഫോക്കസ് ഇന്ന് വിശുദ്ധ ഇസ്ലാമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശുദ്ധ ഇസ്ലാമിനെ ഇങ്ങനെ മാറ്റി നിർത്തി അതൊരു വലിയ എന്തോ ഒരു ജീവിയാണ്, അപായപ്പെടുത്തുന്ന ജീവിയാണെന്ന തരത്തിലാണ് നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശുദ്ധ ഇസ്ലാമിനെ ഒരു വലിയ ജീവിയായി, ഭീകരജീവിയായി കൊണ്ട് ചിത്രീകരിക്കുന്നത് എന്ന് വിശദീകരിക്കാം. ഈ ഇസ്ലാമോഫോബിയയുടെ വേരുകളിലേക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇസ്ലാം മറ്റുള്ളവരുടെ ശത്രുവായി തീരാനുള്ള പ്രധാനപ്പെട്ട കാരണം ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള കുറേ അധികാര കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ആ അധികാര കേന്ദ്രങ്ങളോട് നിരന്തരമായി കലഹിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം. അപ്പം അങ്ങനെ കലഹിക്കുന്ന ദർശനങ്ങൾ ഇല്ലാതെയാകുമ്പോൾ മാത്രമാണ് നിലവിൽ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം അധികാര കേന്ദ്രങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. ലോകത്ത് ഓരോ കാലഘട്ടങ്ങളിലും അതതു കാലഘട്ടങ്ങളിൽ ആധിപത്യം ഉണ്ടാക്കുന്ന പുതിയ ലോകവീക്ഷണങ്ങളും ദർശനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ രണ്ട് തരം സമീപനങ്ങളാണ് ഉണ്ടാവുക. അതുവരെ ഉണ്ടായിരുന്ന ചില പ്രത്യയശാസ്ത്രങ്ങൾ ഇതിൽ ലയിക്കും, പുതിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ലയിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പരിക്കൊന്നും ഉണ്ടാവില്ല. പരിക്കുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിക്കപ്പെടില്ല, അവരുടെ ദർശനത്തിൻ്റെ സത്യമൊക്കെ ചോർന്നു പോകും. പക്ഷേ ഇസ്ലാം ഒരിക്കലും അങ്ങനെ ഒരു ദർശനത്തിൻ്റെ കൂടെ ലയിച്ചു പോയ ഒരു സിദ്ധാന്തമല്ല. ഇസ്ലാം ഓരോ കാലഘട്ടത്തിലും വരുന്ന പുതിയ ലോകവീക്ഷണങ്ങളോട് കലഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന പ്രായോഗികമല്ലാത്ത അനേകം അനീതി നിറഞ്ഞ ദർശനങ്ങളോട് കലഹിച്ചുകൊണ്ടാണ് ഇസ്ലാം ഇത്രയും കാലം ഇവിടെ അതിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അതിജയിച്ചു വന്നതിൻ്റെ ഒരു ശേഷി ഇസ്ലാമിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയപ്പെട്ട 3 അധികാര ഘടനകളോടും ഫൈറ്റ് ചെയ്യുന്ന ഒരു കൃത്യമായ ശേഷിയുള്ള ഒരു തത്വശാസ്ത്രം, ഒരു ദർശനം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ അധികാര ഘടനകൾ നമ്മൾ എടുത്തു നോക്കിയാൽ, സാമൂഹ്യമായ ലോകവീക്ഷണം എടുത്തു നോക്കിയാൽ തന്നെ ഇപ്പോൾ പാശ്ചാത്യൻ സങ്കല്പ പ്രകാരം, വെസ്റ്റേൺ ലോകവീക്ഷണ പ്രകാരം മുന്നോട്ട് വെക്കുന്ന ഒരു സാമൂഹ്യ ഘടനയ്ക്ക് എതിരാണ് ഇസ്ലാമിൻ്റെ സാമൂഹ്യ ഘടന. ഇസ്ലാമിൻ്റെ സാമൂഹ്യ ഘടന എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തിയുടെ താല്പര്യങ്ങളെല്ലാം പരിഗണിക്കുക, അവിടെ ഇലാഹിയായ താല്പര്യങ്ങളാണ്. എന്തുകൊണ്ട് ഇലാഹിയായ താല്പര്യങ്ങളെ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ ധാർമ്മികമായ സ്രോതസ്സുകൾക്ക് ഇലാഹിയായ ദൈവികമായിട്ടുള്ള സ്രോതസ്സുകളെ അതിൻ്റെ പ്രധാന സ്രോതസ്സായിട്ട് കാണുന്നു എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു ചർച്ചയാണ്. പക്ഷേ അവിടെ നമുക്ക് പറയാനുള്ളത്, മനുഷ്യനിർമ്മിതമായ ദർശനങ്ങൾക്കൊന്നും
മനുഷ്യൻ്റെ ഒരു സാർവലൗകികമായ അല്ലെങ്കിൽ സാർവകാലികമായിട്ടുള്ള ഒരു സത്യത്തെ, ഒരു യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തി തരാൻ കഴിയില്ല. കാരണം മനുഷ്യൻ എപ്പോഴും അവൻ്റെ പരിമിതമായ ചുറ്റുപാടുകൾക്കുള്ളിലുള്ള വിവരങ്ങളേ ഉണ്ടാവുള്ളൂ. ഇന്ന് ജീവിക്കുന്ന നമുക്ക് 100 കൊല്ലം കഴിഞ്ഞ് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം എങ്ങനെയാകണമെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ജീവിക്കുന്ന നമുക്കിപ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാകണം എന്നവർക്ക് നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്ക് നമ്മളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് നിയമനിർമ്മാണങ്ങൾ നടത്താൻ കഴിയുള്ളൂ. പിന്നെ അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം. നമ്മുടെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രം നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പതിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവികമായ ഇസ്ലാമിക നിയമത്തിൻ്റെ പിറകിൽ നിൽക്കുക, അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ബുദ്ധിപരമായ ഉത്തരം. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയതായി പ്രത്യക്ഷപ്പെട്ടു വരുന്ന ലോകവീക്ഷണങ്ങളോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നിലവിലെ ഒരു സാമൂഹ്യശാസ്ത്ര സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? അതിലെ ഇപ്പോൾ സാമൂഹ്യ നിയന്ത്രണം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ, സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ സമ്പൂർണ്ണമായ അധികാരം അത് സ്റ്റേറ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. രാഷ്ട്രത്തെ, ഭരണഘടനയെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ മാത്രമാണ് അത് ആശ്രയിക്കുന്നത്. അപ്പോൾ രാഷ്ട്രം, ഭരണഘടന, പോലീസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് സാമൂഹ്യ നിയന്ത്രണം നടക്കുന്നത്. പക്ഷെ ഇസ്ലാം അവിടെ മുന്നോട്ട് വെക്കണത് എന്താ? ഒരു സ്റ്റേറ്റിന് പോലും, ഒരു എന്താ പറയുക, ഒരു രാഷ്ട്ര സംവിധാനത്തിന് പോലും സാമൂഹ്യ നിയന്ത്രണം ഏർപ്പെടുത്തണമെങ്കിൽ ഇവിടെ ഒരു മതപരമായ ധാർമ്മികത ഇവിടെ നിലനിൽക്കണം. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പരസ്പരം 100 ആളുകൾ ഒരു പ്രദേശത്തുണ്ട്. അപ്പോൾ ആ 100 ആളുകൾക്ക് ഓരോരുത്തരും അവനവൻ്റെ വ്യക്തി താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ചാൽ മതി എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുത്താലുള്ള കുഴപ്പമെന്താ? ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവനെ അപായപ്പെടുത്തിയാൽ ഇവനക്കതൊരു പ്രശ്നമേ അല്ലാതെയും മാറും. അപ്പോൾ അവിടെ 100 ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് പോലും ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പോലീസിങ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കണമെങ്കിൽ തന്നെ അവിടെ ഒരു 99% ആളുകളും മാന്യന്മാരായിരിക്കണം. എങ്കിലേ അവിടെ ഒറ്റപ്പെട്ടു വരുന്ന ഈ അക്രമങ്ങൾക്ക് ഒരു പോലീസിങ് കൊണ്ട് പരിഹാരം ഉണ്ടാവുള്ളൂ. 100 പേരും ഒട്ടും ധാർമ്മികതയില്ലാത്ത, മതധാർമ്മികത ഒട്ടുമില്ലാത്ത, ഒരു മൂല്യമില്ലാത്ത മനുഷ്യന്മാരാണെങ്കിൽ അവിടെ ഓരോ 2 വ്യക്തികൾക്കിടയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ നിലവിൽ ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ അവർ തയ്യാറാക്കുന്ന സാമൂഹ്യ നിയന്ത്രണോപാധികൾ മാത്രം എടുത്തു നോക്കിയാൽ തന്നെ അതുപോലും നിലനിൽക്കുന്നത് ഇവിടെ മതമൂല്യങ്ങളുടെ അതുണ്ടാക്കിയ ഒരു ധാർമ്മികതയുടെ ഒരു നിലം, ഒരു പരവതാനി, അതിലാണ് അതുപോലും നിലനിൽക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ മതങ്ങളുടെ ഈ സാമൂഹിക ഘടനയോട് നിരന്തരമായി കലഹിച്ചുകൊണ്ടിരിക്കുക. ഇസ്ലാമിൻ്റെ സാമൂഹിക ഘടനയിൽ കുടുംബത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കുറേ ഹയറാർക്കികളുണ്ട്. എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ താഴെയുള്ളവർ അനുസരിക്കണം, കുടുംബത്തിലെ അധികാര കേന്ദ്രങ്ങൾ അനുസരിക്കണം, സ്ഥാപനത്തിലെ അധികാര കേന്ദ്രങ്ങൾക്ക് വിധേയപ്പെടണം. ഇങ്ങനെ തുടങ്ങിയ ഹയറാർക്കികളെ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാണ്? ഒരു സന്തുലിതമായ സാമൂഹ്യ വ്യവസ്ഥക്കാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സാമൂഹ്യ സ്ഥാപനമാണ് ഫാമിലി. ആ ഫാമിലിയെ തന്നെ ഛിന്ന ഭിന്നമാക്കുകയാണ് ചെയ്യുന്നത് പുതിയ ആധുനിക സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വ്യക്തിവാദങ്ങൾ മതി, വ്യക്തിയാധിഷ്ഠിതമായ ധാർമ്മികതകളെ ആവശ്യമുള്ളൂ. അവിടെ ഫാമിലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിലനിൽക്കണമെന്നൊന്നുമില്ല. അത് അനാവശ്യമായ ബേർഡനുകൾ, ഉത്തരവാദിത്തങ്ങൾ ആളുകളിൽ ഉണ്ടാക്കുകയാണ് എന്നാണ് പുതിയ സാമൂഹിക സങ്കല്പം പറയുന്നത്. അപ്പോൾ ഇസ്ലാം അതിനോട് നിരന്തരമായി ഫൈറ്റ് ചെയ്യാണ്. ഇപ്പോൾ ലിവിങ് ടുഗദർ പോലെയുള്ള ആശയങ്ങൾ, ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള ആശയങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ദത്തെടുക്കൽ പോലെയുള്ള പല സങ്കല്പങ്ങളും, ഇതൊക്കെ ആത്യന്തികമായി സമൂഹത്തിൽ ഉണ്ടാക്കാൻ വിപത്തുകളാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിനെതിരെ ഇസ്ലാം കൃത്യമായി ദാർശനികമായ ഒരു അടിത്തറ ഇവിടെ സൃഷ്ടിക്കുമ്പോൾ പുതിയ താല്പര്യക്കാർക്ക് അതൊരു ഭാരമായിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നിരന്തരമായിട്ട് ഇസ്ലാമിനോട് ഫൈറ്റ് ചെയ്യണത്. ഇനിയിപ്പോൾ സാമ്പത്തികമായ അധികാരഘടനകളോട് നോക്കൂ. സാമ്പത്തികമായ അധികാരഘടനകളോട്, നിലനിൽക്കുന്ന അധികാരഘടനകളോട് ഇസ്ലാം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ ഒരു സാമ്പത്തിക കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പണത്തെ ഉൽപ്പാദിപ്പിക്കുക എന്നതല്ല, മറിച്ച് പണം ഒരു വിനിമയത്തിനുള്ള ഉപാധി മാത്രമാണ്. എന്നാൽ ആധുനിക സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്? അത് നിലനിൽക്കുന്നത് തന്നെ പലിശയിലാണ്. പണത്തെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് ലാഭം ഉണ്ടാവുന്നത് ആർക്കാണ്? പണക്കാർ വീണ്ടും വീണ്ടും പണക്കാരാകുന്നു, ദരിദ്രർ വീണ്ടും വീണ്ടും ദരിദ്രരാകുന്നു. ഇങ്ങനെയുള്ള വിചിത്രമായൊരു കാഴ്ചപ്പാടാണ് ആധുനിക സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് സമ്പന്നരുൾപ്പെടുന്ന ഒരു കോർപ്പറേറ്റുകൾ നിർമ്മിക്കുന്ന ഒരു സാമ്പത്തിക നിയമങ്ങളാണ്. കാരണം മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നൊരു സാമ്പത്തിക നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ലാഭമുള്ള ആളുകൾക്ക് അനുസരിച്ചുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കുക. ഇനി ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ സമ്പദ് നിയമങ്ങൾ മനുഷ്യരുണ്ടാക്കിയതല്ല, അത് അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ്. മനുഷ്യേതരമായ ഒരു അതോറിറ്റി ഉണ്ടാക്കിയത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ പണത്തോടുള്ള സങ്കല്പം എന്താണ്? അത് എന്നെ അള്ളാഹു ഏൽപ്പിച്ച ഒരു ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. പണം കേവലം വിനിമയത്തിനുള്ള ഉപാധിയാണ്. പണത്തെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ മാർഗങ്ങളെയും അത് പലിശയാണെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. അതോടൊപ്പം തന്നെ സക്കാത്ത് നിർബന്ധമായ ദാനത്തിലൂടെ, ഇപ്പൊ ചില സക്കാത്തിന്റെ ചില ഇനങ്ങളിലൊക്കെ എൻ്റെ സമ്പത്തിൽ നിന്ന് സക്കാത്തിന്റെ ഞാൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരു ഘട്ടമെത്തി കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റിന് എൻ്റെ അനുവാദം പോലും വാങ്ങാതെ ഇസ്ലാമിക് ഗവൺമെന്റ് ആ സക്കാത്തിനെ കൊണ്ടുപോകാൻ കഴിയുന്നുള്ളതാണ്. അത്രയും പരിമിതമായ ഉത്തരവാദിത്തങ്ങൾ, അധികാരങ്ങൾ മാത്രമാണ് പണത്തിൽ എനിക്കുണ്ടാവുന്നത്. അപ്പോൾ പണത്തിന്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വിതരണം സന്തുലിതമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇസ്ലാമിലുള്ളത്. അപ്പോൾ അതൊരിക്കലും ആധുനിക രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥകളോട് ഇത് യോജിക്കില്ല. സാമ്പ്രദായികമായ സമ്പദ് വ്യവസ്ഥയാകട്ടെ അല്ലെങ്കിൽ പുതിയ സമ്പദ് വ്യവസ്ഥകളാവട്ടെ, അതൊക്കെ പണക്കാരനെ വീണ്ടും പണക്കാരൻ. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തികമായ അധികാര കേന്ദ്രങ്ങളോട് നിരന്തരമായി ഇസ്ലാം ഫൈറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ മറ്റു രാഷ്ട്രീയമായ അധികാര കേന്ദ്രങ്ങളാണെങ്കിൽ തന്നെ, രാഷ്ട്രീയമായ അധികാര കേന്ദ്രങ്ങളുടെ പ്രത്യേകത അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ എന്തും ചെയ്യാമെന്നതാണ്. സിവിലിയന്മാരെ കൊലപ്പെടുത്താം, അങ്ങനെ തുടങ്ങി കുറേ ആശയങ്ങൾ അല്ലേ. ഇപ്പോൾ നമുക്ക് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒട്ടും ലോജിക്കല്ലാത്ത യുദ്ധ നീക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഇസ്ലാം അവിടെ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഭരണാധികാരി ജനങ്ങളുടെ പൂർണ്ണമായൊരു സേവകനാണ്. ആ ഭരണാധികാരിക്ക് ആ ഭരണാധികാരി നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി വിചാരണ ചെയ്യപ്പെടും. അപ്പോൾ ഓരോ ഭരണാധികാരികളും അവർ വിചാരണ ചെയ്യപ്പെടുന്നതിൻ്റെ ഭാരം ആലോചിച്ചുകൊണ്ട് നിരന്തരമായിട്ട് അസ്വസ്ഥരാവണം. ഇപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അധികാര സങ്കല്പമാണ് നമ്മുടേതെങ്കിൽ, ഇസ്ലാമിൻ്റെതെങ്കിൽ, അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിട്ടുള്ള, വേറിട്ടിട്ടുള്ള, ചിലർക്ക് നിക്ഷിപ്ത താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന ചില അധികാര വ്യവസ്ഥകളാണ് ലോകത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആധുനിക ലോകം ആഗ്രഹിക്കുന്ന ചില ലിബറൽ ലോകവീക്ഷണങ്ങളോട് നിരന്തരമായി ദാർശനികമായി കലഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അപ്പോൾ ആ ഇസ്ലാമിനെ ദുർബലപ്പെടുത്തി ഇസ്ലാമിനെ കുറിച്ചൊരു നെഗറ്റീവ് ഇമേജ് ആളുകളുടെ മനസ്സിലുണ്ടാക്കി കൊടുത്താൽ മാത്രമാണ് തങ്ങളുടെ ലിബറൽ കാഴ്ചപ്പാടുകൾക്ക് വേര് പിടിക്കുകയുള്ളൂ എന്ന് അവർക്കറിയാം. അതിനുവേണ്ടി നിരന്തരമായിട്ട് തെറ്റായ പ്രചരണങ്ങൾ, വെറുപ്പുൽപാദനങ്ങൾ, ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നു തന്നെ ചില ആളുകളെ വിലക്കെടുത്തുകൊണ്ട് അവരെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കി ശത്രുക്കൾ തന്നെ നിർമ്മിക്കുന്നു. അങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, ശത്രുക്കളാൽ നിർമ്മിക്കപ്പെടുന്ന ചില ഇസ്ലാമിൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ കാരണമായിട്ട് ഇസ്ലാമിനെ മുഴുവനായിട്ട് ആക്ഷേപിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നു. അത് അവരുടെ ശത്രുക്കളുടെ ആസൂത്രിതമായ ശ്രമമാണ്. അതിന് നമുക്ക് നിരവധി രേഖകൾ അത് സംബന്ധമായിട്ട് നമുക്ക് നിലവിലുള്ള സാമ്രാജ്യ ശക്തികളുടെ വിവിധ യുദ്ധ നീക്കങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇസ്ലാമിൻ്റെ മുഖത്തെ, ഇസ്ലാമിൻ്റെ ഒരു പ്രതിച്ഛായയെ, ഇസ്ലാമിൻ്റെ ഒരു സത്യതയെ, അതിൻ്റെ എന്താ പറയുക, മുറം കൊണ്ട് മറക്കാൻ ശ്രമിക്കുന്ന, പാഴ്മുറം കൊണ്ട് മറക്കാൻ ശ്രമിക്കുന്ന ചില ഉദ്യമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താലും, ഇപ്പോൾ ഇസ്ലാമിക് ഫോബിയ അതിൻ്റെ മൂർധന്യതയിൽ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും സമീപകാലത്ത് ലോകം മനുഷ്യർ വിവിധ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളെന്ന് കരുതപ്പെടുന്ന പ്രദേശങ്ങളിൽ വരെ അവർ ഇസ്ലാമിൻ്റെ ഒരു ആധ്യാത്മികതയിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടാക്കിയാലും ഇവിടെ ഒരു വസ്തുതയുണ്ട്. ജനങ്ങളുടെ ആത്മീയമായിട്ടുള്ള അവരുടെ ദാഹത്തിന് പകരം ഉണ്ടാക്കി കൊടുക്കാൻ, മനുഷ്യന് സ്പിരിച്വലായിട്ടുള്ള ആശ്വാസം, സമാധാനം എന്ന് പറയുന്നതാണ് ആത്യന്തികമായ സമാധാനം, അതുണ്ടാക്കി കൊടുക്കാൻ ഇസ്ലാമിനെ കഴിയുന്നുള്ളൂ എന്നൊരു വസ്തുതയാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അവർ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കെടുത്താൻ ശ്രമിക്കുമ്പോഴും അള്ളാഹു മുത്തിമ്മു നൂരിഹി എന്നാണ്, അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കൂടുതൽ പ്രക്ഷോഭിപ്പിക്കാൻ റബ്ബിന് സാധിക്കുമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ചില താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. അതിനെ അള്ളാഹു തന്നെ സംരക്ഷിക്കുന്ന രീതികൾ കാണുന്നു. അതോടൊപ്പം പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ സമഗ്രതയുടെ ഈ സൗന്ദര്യത്തെ ആളുകൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ ചേർത്ത് വായിക്കണം.